എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 7 തീയതിയാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീസ് അടച്ചവർ വീണ്ടും സെക്കൻഡ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇഫ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഉള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 8 തീയതിയാണ്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, കൊടുത്തിട്ടുള്ള കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യുകയോ വേണ്ടാത്ത ഓപ്ഷൻസിനെ റിമൂവ് ചെയ്യുകയോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസിനെ റിമൂവ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്നും കൂടെ പറയുക. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് മതി, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യേണ്ടതാണ്. സോ അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല, ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞായിരിക്കും കോളേജ് ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് പറയുന്നത്. തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അടുത്ത തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് നവംബർ 10 തീയതി ആയിരിക്കും. ടോക്കൺ ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് തേർഡ് അലോട്ട്മെന്റിന്റെ നവംബർ 12 തീയതിയാണ്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ നവംബർ 14 എന്നാണ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂളിൽ പറയുന്നത്. അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേക്കൻറ്റ് സീറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയവരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഹയർ ഓപ്ഷൻസിൽ കോളേജ് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഹയർ ഓപ്ഷൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതായത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് മാറുന്നതായിരിക്കും. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഹയർ ഓപ്ഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഏതാണോ ആ കോളേജ് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാകുന്നത്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ടോക്കൺ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് നേരത്തെ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. ടോക്കൺ ഫീസ് ഒരിക്കൽ അടച്ചാൽ മതിയാവും. സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാണ് ടോക്കൺ ഫീസ് വീണ്ടും അടയ്ക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലും ഫസ്റ്റ് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ഒന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോളേജ് ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി അങ്ങനെയുള്ളവർ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് LBSന്റെ ഒഫീഷ്യൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന്റെ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതിനെ പറ്റി. അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ കോളേജസിൽ എത്ര റാങ്ക്, എത്ര ഇൻഡെക്സിൽ ആൾക്കാർ എടുത്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെന്റിൽ ഹയർ ഓപ്ഷൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റിൽ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആയി പോകുമോ? സീറ്റ് ക്യാൻസൽ ആവത്തില്ല. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടി ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രം. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആണ് കിട്ടിയതെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് ക്യാൻസൽ ആയിട്ടാണ് സെക്കൻഡിൽ വേറെ കിട്ടിയത്. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.